അങ്ങോട്ട് മാറ. പോക്കൃത്തരം കാണിച്ചാലുണ്ടല്ല വെച്ചേക്കത്തില്ല ഞാൻ. പോക്കൃത്തരം കാണിച്ചതാരാ? ഞാനോ നിങ്ങളോ? എത്ര നേരം മറ്റുള്ളവർ ഇവിടെ നിൽക്കുന്നു. അതിനിടയില ഇപ്പൊ ഒന്നോർക്കൊരു തള്ളിക്കയറ്റം. ബാക്കിയുള്ളവരാരും മനുഷ്യരല്ലേ, അവർക്കൊക്കെ വെള്ളം എടുക്കണ്ടേ? എടുത്തോ. ആര് പറഞ്ഞെടുക്കണ്ടെന്ന്? ഈ ടാങ്കിലുള്ള വെള്ളം മുഴുവൻ നീ അങ്ങ് കുടിച്ചു തീർത്തോ. മറ്റാർക്കും കൊടുക്കണ്ട. അല്ലേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എന്ത് പറയുന്ന ബോഡിയോട് ഒരുമാതിരി വേറെ ആർക്കും വേണ്ട. എടി പൊടിന്ന് വിളിച്ചാലുണ്ടല്ലോ ഈ പ്രേമയുടെ തനി സ്വഭാവം നീ അറിയും. എന്തോന്ന് അറിയാനാ? അയ്യേ അവള് കുറെ കാണിക്കും. പാടി അവിടുന്ന് ഒടിച്ച് പല്ലേം താഴെ ഇടും. ആഹാ, എന്നാ പിന്നെ അതൊന്ന് കാണട്ടെ. ഒരു പതിവ്രത വന്നിരിക്കുന്നു. ചുമ്മാതല്ല, മൂത്ത് നരച്ചിട്ടും ഇതുവരെ ഒരുത്തരും കയ്യേക്കാൻ വരാതിരിക്കുന്നത്. ഒന്ന് ചലിക്കാതെ പോടി അവിടുന്ന്. കാണാൻ നല്ല പയ്യല്ലേ. ഇവിടെ ഒന്നും ഇത്രയും നല്ല സുന്ദരന്മാരൊന്നും കണ്ടിട്ടില്ല അല്ലേ നമ്മള്. ആരോ പുതിയ താമസക്കാരാന്ന് തോന്നുന്നു. പോലീസുകാരോ താമസത്തിന് വരുന്നെന്ന് കേട്ടു. ആ, ചിലപ്പോ അവരായിരിക്കും അല്ലേ? ആയിരിക്കും. വാ വാ. നീ ആ പയ്യനെ ശ്രദ്ധിച്ചോ? നല്ല സുന്ദരൻ, മന്മഥനെ പോലിരിക്കുന്നു. കണ്ട മലരമ്പനും തോറ്റു. നീ ആ പയ്യനെ ശ്രദ്ധിച്ചോ? നല്ല സുന്ദരൻ, മന്മഥനെ പോലിരിക്കുന്നു. മലരമ്പനും തോറ്റുപോകും. കോഫി കുടിക്കേ. കോഫി കുടിച്ചിട്ട് ചെന്ന് കുളിച്ച് ഫ്രഷ് ആവാൻ നോക്ക്. ഈ ജനൽ എന്തിനാ തുറക്കുന്നത്? അവിടെയുള്ള ജനൽ തുറന്നാ പോരെ? കുടിച്ചോ?
ആരാ? മനസ്സിലായില്ല. ഞാൻ അടുത്ത വീട്ടിലാ താമസം. അത് ശരി. ഒന്ന് പരിചയപ്പെടാമെന്ന് കരുതി. അതിനെന്താ, വരൂ. ഇരിക്കൂ. എന്താ പേര്? പ്രേമെന്നാ. ഓ, ആരൊക്കെയുണ്ട്? അങ്ങനെ പറയത്തക്കതായിട്ട് ആരുമില്ല. ഞാൻ ഒറ്റയ്ക്കാ താമസം. ബന്ധുക്കൾ? ചെറുപ്പത്തിൽ തന്നെ അച്ഛനും അമ്മയും മരിച്ചു. അവർക്കുണ്ടായിരുന്ന ഏക മകളാ ഞാൻ. വിവാഹം ഞാൻ ഇതുവരെ ആ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. നടക്കുമ്പോ നടക്കട്ടെ, അത്രമാത്രം. അത് ശരി. കുടിക്കാൻ എന്താ എടുക്കേണ്ടത്? കോഫി, ചായയോ? ഒന്നും വേണ്ട, ഞാൻ ഇപ്പൊ കുടിച്ചതേ ഉള്ളൂ. ആരെയും കാണാനില്ലല്ലോ. ഹസ്ബൻഡ് കുളിക്കുക. മകനുണ്ട്, വിളിക്കാം. ഗോപികൃഷ്ണ, വരുന്നമ്മേ. ഇവര് അടുത്ത വീട്ടിൽ താമസിക്കുന്നവരാ. പേര് പ്രേമ. ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി വന്നതാ. ഹലോ. ഹലോ. ഇത് ഞങ്ങളുടെ ഏക മകൻ ഗോപികൃഷ്ണൻ. LLB പഠിക്കുന്നു. ഓ, അപ്പൊ ലായറാണല്ലേ. ഞങ്ങൾക്കൊക്കെ ഫീസ് കൊടുക്കാതെ വാദിക്കാലോ. ആരാ ഇവരെ? ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി വന്നതാ. അടുത്ത വീട്ടിലാ താമസം. ഓ, അത് ശരി. അവർ കുടിക്കാൻ എന്തെങ്കിലും കൊടു. അയ്യോ, ഒന്നും വേണ്ട. ഞാൻ ചോദിച്ചതാ, ഒന്നും വേണ്ടെന്നാ പറഞ്ഞത്. ആ, നിങ്ങൾ സംസാരിച്ചിരിക്കേ. ആ, രാജം, എനിക്ക് അത്യാവശ്യമായിട്ട് കളക്ടറെ ഒന്ന് കാണാൻ പോകണം. അതിനെന്താ, ഞാൻ ടിഫിൻ റെഡിയാക്കാം. ആ, നിങ്ങൾ സംസാരിച്ചിരിക്കേ, ഞാൻ ഉടനെ വരാം. ആള് സുന്ദരനാണല്ലോ. അടിക്കടി ഒന്ന് കാണണം കേട്ടോ. അതിനെന്താ, കാണാം. അമ്പളിയമ്മാറ്റയല്ല, അമ്പഴങ്ങിയാ വേണ്ടത്. നിന്നെ അടക്കി ഒതുക്കി നിർത്താൻ പറ്റിയ ഒരു ചെറുക്കനെ എവിടുന്നെങ്കിലും കണ്ടുപിടിക്കാൻ ഡാഡിയോട് പറ. വേണ്ടി വന്നാൽ എന്റെ ഡാഡി അതും ചെയ്യും. മമ്മി കണ്ടോ? എന്നാ പിന്നെ അമ്പളിയമ്മാവനെ പിടിച്ചു തരാൻ പറ നിന്റെ ഡാഡിയോട്. അതിന്റെ ഒരു കുറവേ ഉള്ളൂ എന്റെ മോൾക്ക്. ഈ മമ്മിയെ കൊണ്ട് ഞാൻ തോറ്റു. അടിക്കടി ഒന്ന് കാണണം കേട്ടോ. എന്തിനാ എന്നെ കാണണമെന്നാ സ്ത്രീ പറഞ്ഞത്? ഒരു പക്ഷേ ഇതിനു വല്ലതും ആയിരിക്കോ?